ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് കലോത്സവത്തിന്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ്. സോ എനിക്ക് കിട്ടിയ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. സോ നിങ്ങൾ കലോത്സവം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും ഈ ഒരു വ്ളോഗ് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും ദിവസം നമ്മൾ ബസ്സിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പോലും ഇത്രയും രാവിലെ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ നല്ലൊരു വൈബായിരുന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു 7:30 ആകുമ്പോൾ ഇവിടെ എത്തണം എന്നാണ്. ആൻഡ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് 7:27 ആയപ്പോൾ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയ തോതിലുള്ള ഫൈനൽ റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. നമ്മുടെ പ്രോഗ്രാം വന്നിട്ട് വാളകത്തുള്ള സ്കൂളിലാണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ സ്കൂൾ ബസ്സിൽ കൊണ്ടുവിടുകയും തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യും. അവിടെ എത്തിയിട്ട് കാണാം. ഒന്നുകൂടെ ഒന്ന് റിഹേഴ്സ് ചെയ്യാനും അതേപോലെ ഡ്രസ്സൊക്കെ മാറാനും വേണ്ടി നമ്മൾ സ്കൂളിൻ്റെ അടുത്തുള്ളൊരു വീട്ടിലെത്തി. ആൻഡ് അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഒരു 3-4 തവണ നമ്മളിവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ഇതെല്ലാവരും റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി പ്രാക്ടീസിന് വേണ്ടി 3 ദിവസം മാത്രമേ അത് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അപാര കോൺഫിഡൻസോടു കൂടിയാണ് ഞാൻ കലോത്സവത്തിന് പോകുന്നത്. നമുക്ക് വാളകത്തുള്ള സ്കൂളിലാണ് നമ്മുടെ ഈ ഒരു മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. സോ അങ്ങോട്ട് പോവാം. ഹൈസ്കൂളിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്തായാലും ലഞ്ചിന് മുമ്പ് പരിപാടി ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത്. സോ ഇതാണ് നമ്മുടെ സ്റ്റേജ് വന്നിട്ട്. ഹൈസ്കൂളിൻ്റെ ഒപ്പം മത്സരിക്കുന്ന ഓപ്പോസിഷൻ ടീമിൻ്റെ പെർഫോമൻസ് ആണ് ഇപ്പോൾ സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സ്പീക്കിംഗ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്ക് കിട്ടിയ കുറച്ച് റാൻഡം പിക്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റായി നമ്മളിതാ വീണ്ടും ബസ്സിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഫോർ മീ ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. കാരണം എൻ്റെ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് നൈസ്. അങ്ങനെ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഹാപ്പി കഴിഞ്ഞിരിക്കുകയാണ് ഹോപ്പ്ഫുള്ളി. അപ്പോൾ ഞാൻ സ്റ്റോപ്പിലെത്തിയിട്ട് നമുക്ക് കാണാം. ഞാൻ സ്റ്റോപ്പിലെത്തിയതും ബസ് വന്നതൊക്കെ ഒരുമിച്ചായിരുന്നു. ലക്കിലി ആ ബസ് കിട്ടി. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ പിറവത്തെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ലഞ്ച് സ്കിപ്പായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാനൊരു ഷേക്ക് കുടിക്കാന്നോർത്ത് കവിത ബേക്കറി കയറി. ബൈ ദാറ്റ് ടൈം എൻ്റെ ബസ് പോകുന്ന ആ ദുഃഖകരമായ കാഴ്ച ഞാൻ കണ്ടു.
പോയത് പോയി. എന്നാലും ഷെയ്ക്ക് കുടിക്കാൻ പറ്റിയത് എനിക്കൊരു പുതിയ ജീവൻ കിട്ടിയൊരു അവസ്ഥയായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് ബസ് കിട്ടി. ഹോപ്പ്ഫുള്ളി ഇഷ്ടംപോലെ ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ടൈമായിരുന്നു. ആൻഡ് അങ്ങനെ ഞാൻ കക്കാട് വന്നിറങ്ങി. അങ്ങനെ കാടും മലയും താണ്ടി നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഗൈസ്, ആ കാണുന്നതാണ് നമ്മളുടെ വീട്. സോ ഇതാണ് പുറകിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് നമ്മുടെ പറമ്പാണ്. സോ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം എനിക്കങ്ങ് പോവാൻ. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു കലോത്സവം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാണ്. ഈ ഒരു വ്ളോഗിൽ എനിക്ക് അധികം ഫ്രണ്ട്സിനെയും കാര്യങ്ങളെയും ഒന്നും കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതൊരു കലോത്സവത്തിൻ്റെ ഇതിന് വേണ്ടി ഒരു മേക്ക് ഓവറിലായിരുന്നത് കൊണ്ടും അവർക്കതിൽ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയത്. ആൻഡ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാണ്. കഴിഞ്ഞ 2-3 വ്ളോഗായിട്ട് എനിക്കറിയാം സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഉടൻ തന്നെ നമ്മളൊരു ഹോം വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. സോ until we all meet in the next vlog, this is me Ashwin Saiju signing off. Don't forget to like, share and subscribe to my YouTube channel and bell icon enable ചെയ്യാനും മറക്കരുത്. Bye.